വായനയുടെ ചൈതന്യത്തിലേക്ക് ആനയിക്കുന്ന, മങ്ങിയ ഉൾക്കാഴ്ചകൾക്ക് തെളിച്ചം പകരുന്ന നല്ല പുസ്തകങ്ങളുമായി റവറൻ ഡോക്ടർ വിൻസെന്റ് വാര്യത്ത് പ്രേക്ഷകർക്കൊപ്പം. ശുദ്ധാക്ഷരങ്ങൾ, ബുധൻ രാത്രി 7:30. കരങ്ങൾ കോർക്കൂ ആത്മീയതയുടെ ആഘോഷത്തിനായി. സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തേ, നാം സഹോദരന്മാരാണ്. നാം തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നീ തീരുമാനിക്കുക. നിനക്ക് വലതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുവശത്തേക്ക് പോയിക്കൊള്ളാം. നിനക്ക് ഇടതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം. അബ്രാഹാം ലോത്തിനോട് പറയുന്നു, ലോത്തേ, നാം സഹോദരന്മാരാണ്. നാം തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിനക്ക് വലതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടതുവശത്തേക്ക് പോയിക്കൊള്ളാം. നിനക്ക് ഇടതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് പോയിക്കൊള്ളാം. സഹോദരഭാവം ഉൾക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്ത യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ശാലോം പ്രേക്ഷകരെ, ഒരു സഹോദരൻ വേറൊരു സഹോദരനെ നോക്കി ഓർമ്മപ്പെടുത്തി, നാം സഹോദരന്മാരാണ്. ഒരു സഹോദരൻ വേറൊരു സഹോദരന്റെ മുഖത്ത് നോക്കി ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു, നാം സഹോദരന്മാരാണ്. നാം സഹോദരന്മാരായതുകൊണ്ട് ആ സാഹോദര്യം ഉള്ളിൽ നിറച്ചുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുന്നു, നമുക്ക് പിരിഞ്ഞു പോവാം. പിരിഞ്ഞു പോകുന്നത് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാ. ഇവിടെ അബ്രാഹാം ലോത്തിനോട് പറയുന്നു, നാം സഹോദരന്മാരാണ്, നാം പിരിഞ്ഞു പോകണം. നിനക്ക് വലതുവശം വേണമെങ്കിൽ ഞാൻ ഇടതുവശം എടുത്തുകൊള്ളാം. നിനക്ക് ഇടതുവശമാണ് വേണ്ടതെങ്കിൽ ഞാൻ വലതുവശം എടുത്തുകൊള്ളാം. ഈ പിരിഞ്ഞു പോകൽ എന്ന് പറയുന്നത് തിരിഞ്ഞു വരാനുള്ള ഒരു ഉൾവിളിയുടെ സമയമാണ്. പിരിഞ്ഞു പോയാലേ തിരിഞ്ഞു വരാനുള്ള ഉൾപ്രേരണ കിട്ടൂ. റോസാ ചെടി അത് പല പ്രാവശ്യം മുറിച്ച് പല സ്ഥലങ്ങളിൽ വെച്ചെങ്കിൽ മാത്രമേ അത് പെരുകുകയുള്ളൂ, പല റോസാ ചെടികൾ ഉണ്ടാവുകയുള്ളൂ. ഒരു തെങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങ അത് ശുദ്ധമായ അന്തരീക്ഷത്തിൽ വെച്ച് കിളിർപ്പിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിൽ നട്ടെങ്കിൽ പല തെങ്ങുകൾ ഉണ്ടാവും, അതിൽ നിന്ന് ഇഷ്ടം പോലെ തേങ്ങകൾ കായ്ക്കും. എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകൽ എപ്പോഴും, തമ്പുരാൻ ആഗ്രഹിക്കുന്ന പിരിഞ്ഞു പോകൽ എപ്പോഴും വളർച്ചയുടെ ഭാഗമാണ്. അത് തിരിഞ്ഞു വരാനുള്ള ഭാഗം കൂടെയാണ്. പക്ഷേ ഇന്നിൻ്റെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം പലർക്കും പിരിഞ്ഞു പോകാൻ താല്പര്യമില്ല, മറിച്ച് ഉള്ളത് സ്വന്തമാക്കാനുള്ള താല്പര്യമാണ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? രക്തബന്ധങ്ങൾ പോലും മറക്കുന്ന, പരസ്പരം മല്ലടിക്കുന്ന, ശത്രുതയിൽ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് രൂപപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്, ആ തിരുവചനത്തിലേക്ക് തന്നെ നമുക്കൊന്ന് കടന്നു വരാം. ഇവിടെ നാം ഒരു ഭാഗം തെരഞ്ഞെടുക്കുമ്പോൾ, പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുമ്പോൾ എടുക്കുന്ന ഭാഗത്തെ കൂടെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കണം. ലോത്ത് എന്ത് ചെയ്തു? ലോത്ത് എടുത്ത സ്ഥലം നമുക്കറിയാം. ഫലഭൂയിഷ്ഠമായിരുന്ന സോദോം ഗോമോറ ദേശമാണ് ലോത്ത് എടുത്തത്. അബ്രാഹാം ആകട്ടെ ഫലം തീരെയില്ലാത്ത മരുഭൂമിയായ കനാൻ ദേശമായിരുന്നു. ലോത്തെടുത്ത സോദോം ഗൊമോറ ദേശം പാപത്തിന്റെ കൂമ്പാരം പേറുന്ന ഒരു സമൂഹം ജീവിക്കുന്ന സ്ഥലമായിരുന്നു.
ലോത്ത് അവരുടെ കൂട്ടത്തിലേക്ക് പോയി അവർ ചെയ്ത പാപങ്ങൾ സ്വന്തം പാപമാക്കി മാറ്റി വലിയ ഒരു ചെളിക്കുണ്ടിലേക്ക് ലോത്തും കുടുംബവും തകർന്നു വീണു. ചരിത്രം നമുക്കറിയാം. ഈ സോദോം ഗോമോറ ദേശത്തെയാണ് ദൈവം തീക്കനൽ തീമഴ വർഷിച്ച് നശിപ്പിച്ചത്. അതിന്നും ചാവുകടലായിട്ട് തീർന്നിരിക്കുകയാണ്. എന്നാൽ അബ്രാഹാം തെരഞ്ഞെടുത്ത സ്ഥലവും അതാണ് കാനാൻ ദേശം. ഒന്നുമില്ലായ്മയുടെ നഗരം, അധ്വാനത്തിന്റെ ഫലമായി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ച ഒരു സമൂഹത്തിന് അത് കാനാൻ ദേശമായി മാറി. പ്രിയമുള്ളവരെ, തിരുവചനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന വചനത്തിന്റെ അർത്ഥമൊന്ന് ആഴത്തിൽ പഠിക്കാൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. അബ്രാഹാം സഹോദരനോട് പറഞ്ഞു, നമുക്ക് പിരിഞ്ഞു പോവാം. നാം ഇങ്ങനെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് സ്വത്തുണ്ടാവും, സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, അധികാരമുണ്ടാവും, ആടുകളുണ്ടാകും, ഇഷ്ടംപോലെ തൊഴുത്തുണ്ടാവും, അതിനെ പരിചരിക്കാൻ ആട്ടിടയന്മാരുണ്ടാവും. ഒരുപക്ഷെ സമ്പത്ത് ഏറിക്കഴിയുമ്പോൾ, സ്ഥാനമാനങ്ങൾ, അധികാരം വർദ്ധിച്ചു കഴിയുമ്പോൾ പരസ്പരം മല്ലടിക്കുന്ന, ശത്രുതയുണ്ടാകുന്ന ഒരു സംസ്കാരം നമ്മിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ നാം ജീവിക്കുമ്പോൾ ഒരുപക്ഷെ രക്തബന്ധം പോലും മറക്കാനുള്ള അവസരം നമ്മിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു തീരുമാനമെടുക്കാം, പിരിഞ്ഞു പോകാം. ഈ പിരിഞ്ഞു പോകുന്നത് പരസ്പരം മല്ലടിക്കാനല്ല, മത്സരിക്കാനല്ല, മറിച്ച് തിരിഞ്ഞു വന്ന് ആ രക്തബന്ധത്തിൽ ജീവിക്കാൻ, ആ സ്നേഹബന്ധത്തിൽ ജീവിക്കാനുള്ള ഒരു ഉൾവിളിക്ക് വേണ്ടി പ്രിയ സഹോദര നമുക്ക് പിരിഞ്ഞു പോവാം. ഈ ആധുനിക കാലഘട്ടങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രിയമുള്ളവരെ ഈ നിമിഷം ഒന്ന് കടന്നുചെല്ല. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വീടുകളിൽ കയറാൻ കഴിയാതെ മടിച്ച് പുറത്തുനിന്ന് അമർഷത്തോടെ നോക്കുന്ന മക്കളുള്ള ഒരു സമൂഹം ഇന്ന് വളർന്നു വരികയാണ്. സ്വത്തിനു വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രക്തബന്ധം പോലും മറന്ന്, അപ്പൻ തങ്ങൾക്ക് തന്ന സ്നേഹം പോലും ഉപേക്ഷിച്ച് പരസ്പരം മല്ലടിച്ച് വെട്ടേറ്റ് വീഴുന്ന സഹോദരങ്ങൾ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഈ അബ്രാഹാം ലോത്തിന് കൊടുത്ത ആ സന്ദേശം ഒരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക്, ക്രിസ്തു ശിഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കൊരു മാർഗദീപമായി നാം സ്വീകരിക്കണം. സ്വത്തും സ്ഥാനമാനങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോകുന്നില്ലല്ലോ. ഈ ലോകത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ പിറന്നു വീഴുന്ന ആ നിമിഷം മുതൽ എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചോ അക്കാലം അത്രയും നാം എന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതല്ല, മറ്റുള്ളവരുടേതാണ്. മറ്റുള്ളവരുടേത് നാം കൈനീട്ടി സ്വീകരിച്ച് നാം സ്വന്തമായി വീർക്കുന്നു. വർഷങ്ങൾ പലത് കഴിയുമ്പോൾ ഒരു നാൾ നാം ഈ ലോകം വിട്ട് നാം സ്വീകരിച്ചതും സൂക്ഷിച്ചതുമൊക്കെ ഉപേക്ഷിച്ച് തമ്പുരാന്റെ പക്കലേക്ക് മടങ്ങിപ്പോകണം. മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഒന്നും കൊണ്ടുപോകുന്നില്ല. നാം മരിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായി ലഭിക്കാൻ പോകുന്നത് ആർക്കും ഉപയോഗയോഗ്യമല്ലാത്ത ഒരു മുരിക്കിൻ പലക കഷ്ണമായിരിക്കും. അതുകൊണ്ട് പെട്ടിയുണ്ടാക്കും, നമ്മളെ അതിൽ കിടത്തും. പിന്നെ കുഴിയിലേക്ക് വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് സ്വന്തമെന്ന് നാം അഭിമാനിക്കുന്ന കുരിശു പോലും അവരഴിച്ചു മാറ്റും. ഒന്നുമില്ലാത്തവനായി നാം ഈ ലോകത്തിലേക്ക് വന്നു, ഒന്നുമില്ലാത്തവരായി നാം കുഴിമാടത്തിലേക്ക് പോകും. പക്ഷേ എല്ലാം ഉള്ളവരായി തമ്പുരാന്റെ വലതുഭാഗത്തിരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിൽ രക്തബന്ധം മറക്കാതെ സ്വർഗത്തിൽ നമുക്കായി നിത്യജീവൻ സമ്മാനം സൂക്ഷിക്കാൻ സാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഒത്തിരിയേറെ പെടാപ്പാടുപെടുകയാണ്. അധികാരം വേണം, സ്വത്ത് വേണം, സ്ഥാനമാനങ്ങൾ വേണം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? മനുഷ്യനെ മറക്കും. മനുഷ്യനെ കൊന്നൊടുക്കാൻ യാതൊരു മടിയില്ല. കാരണം എനിക്ക് കിട്ടിയേ പറ്റൂ, കിട്ടണം എനിക്കും പണം, കിട്ടണം എനിക്കും പണം. ഇതാണ് നമ്മുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, തമ്പുരാനിലേക്കൊന്ന് കടന്നു വരണം. അബ്രാഹാം ലോത്തിലേക്ക് പറഞ്ഞു, ലോത്തെ നീ ഒരു ചോയ്സ് എടുക്ക്. ചോയ്സ് നിനക്ക് ഞാൻ വിട്ടുതരുകയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തതിന് ശേഷമുള്ളത് മാത്രം എനിക്ക് തന്നാൽ മതി. നമ്മുടെ കർത്താവിലേക്ക് ഒന്ന് കടന്നു വന്നേ. കർത്താവ് ചോദിച്ച അതിമനോഹരമായ ഒരു ചോദ്യമുണ്ടല്ലോ, അത് വെല്ലുവിളിയായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കണം. കർത്താവ് എന്താ ചോദിച്ചത്? നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയും? കാരണം നമുക്കറിയാം
കർത്താവിൽ ഒരു കുറ്റം പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു ജനസമൂഹമാണ് ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ നമ്മുടെ കർത്താവിനെ മരക്കുരിശിലേറ്റി കൊലപ്പെടുത്തിയത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം, അവൻ ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. അവൻ ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളവനായ അവിടുന്ന് ഒന്നുമില്ലാത്തവനെ പോലെ ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു. കർത്താവ് എന്താ ചെയ്തത്? അവൻ തന്റെ ശരീരത്തെയും രക്തത്തെയും നമുക്ക് നിത്യജീവന്റെ അച്ചാരമായി തന്നു. തന്റെ വസ്ത്രത്തെ പടയാളികൾക്ക് കൊടുത്തു. തന്റെ കയ്യിൽ കിട്ടിയ 5 അപ്പത്തെയും 2 മീനിനെയും ഒക്കെ പെരുപ്പിച്ച് മക്കൾക്ക് വേണ്ടി കൊടുത്തു. കുരിശിൽ മരണത്തോടടുക്കുന്ന അവസരത്തിൽ തന്റെ പ്രിയപ്പെട്ട അമ്മയെ പ്രിയപ്പെട്ട ശിശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. നോക്കണം, ഈ ലോകത്തിൽ എല്ലാം ഉള്ളവനായി ജനിക്കേണ്ടിയിരുന്നവൻ ഒന്നുമില്ലാത്തവനെ പോലെ സ്വയം ശൂന്യനായി ജനിച്ചിട്ട് ഉള്ളത് മുഴുവൻ നമ്മൾ ഓരോരുത്തർക്കുമായി പങ്കുവെച്ചു കൊടുത്തു, യാതൊരു മടിയുമില്ലാതെ. എന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇതെടുത്ത് ഭക്ഷിച്ചോ, നിങ്ങൾ ഇതെടുത്ത് ഭക്ഷിച്ചോ, അങ്ങനെ നിങ്ങൾ ജീവൻ നേട്. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നിങ്ങളെ മാത്രമാ. നിങ്ങളെ മാത്രം എനിക്ക് മതി, എനിക്കൊന്നും വേണ്ട. പ്രിയമുള്ളവരെ, ഇതുപോലെ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ നൽകിയ ആ ഒരു വലിയ മാതൃക അനുസരിച്ച് ചോയ്സ് മറ്റുള്ളവർ കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? അതിന് സാധിക്കണമെങ്കിൽ തിരിച്ചറിവ് വേണം നമുക്ക്. എന്താ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്? ഈ ലോകത്തിലേക്ക് അമ്മയുടെ ഉദരത്തിലൂടെ ഞാൻ പോന്നപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ കൊണ്ടുവന്നത് സ്വന്തമായിട്ടുള്ളത് കുറെ കരച്ചിലും പിഴിച്ചിലും മാത്രമാണ്. പിന്നീട് ഞാൻ ഇവിടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. ഞാൻ ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നേടി, അതിലൂടെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉള്ളവനായിട്ട് മാറി. ഞാൻ നേടിയതൊക്കെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈനീട്ടി നേടിയതാണ്. അതുകൊണ്ട് മറ്റുള്ളവന്റെ മുമ്പിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണെങ്കിൽ അതുപോലെ മറ്റുള്ളവർ കൊടുക്കാൻ, മറ്റുള്ളവരെ പരിഗണിക്കാൻ, ശത്രുതയില്ലാതെ സ്നേഹത്തോടെ ജീവിക്കാൻ ഒരു തീരുമാനമെടുത്താൽ, പ്രിയമുള്ളവരെ, അതാണ് കർത്താവിന്റെ വിലയറിഞ്ഞ് നാം ജീവിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇന്ന് തെറ്റിനെ ശരിയായും ശരിയെ തെറ്റായും തിന്മയെ നന്മയായും നന്മയെ തിന്മയായും സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും നന്മയെ തിന്മയായും തിന്മയെ നന്മയായും സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും നാം വ്യാഖ്യാനിക്കുന്നു. ഫലമോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മറിച്ച് തമ്പുരാൻ എനിക്ക് തന്ന ഈ ജീവിതമെന്ന ആ വലിയ ദാനത്തിൽ, ഈ ജീവിതത്തിൽ ആസ്വദിച്ച് പരാതികൾ കൂടാതെ ആപലാതികൾ കൂടാതെ ശരിയായി അംഗീകരിച്ച് നാം ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവമക്കളായി ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവുന്നു. ഇവിടെ അബ്രാഹാം പറഞ്ഞ ആ ചോയ്സിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഈ ജീവിതകാലം അത്രയും നാം ഒത്തിരിയേറെ അധ്വാനിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു, ഇന്നും മനുഷ്യൻ സ്വഭവനത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ വാതിലിൽ നിന്ന്, വഴിയിൽ നിന്ന് പരാതി പറയുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഞാനിന്ന് പലതും ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇന്ന് ഒത്തിരിയേറെ അധ്വാനിക്കുന്നു. ഈ ഒത്തിരിയേറെ അധ്വാനിക്കുമ്പോഴും എന്നിൽ ചില സ്വാർത്ഥതയുണ്ട്. ഞാൻ അധ്വാനിക്കുന്നതിന്റെ ഫലം എനിക്കു തന്നെ കിട്ടിയേ പറ്റൂ. പ്രിയമുള്ളവരെ, ധൂർത്തപുത്രന്റെ ഉപമയിലേക്ക് നാം ഒന്ന് കടന്നു വരണം. പിതാവിന്റെ ഇഷ്ടം മറന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് പുറത്തുപോയ ഒരു പുത്രൻ സുബോധത്തോടെ തിരികെ വരുമ്പോൾ അവന്റെ വരവിൽ സന്തോഷിക്കാതെ അമർഷത്തോടെ കാത്തിരുന്ന വേറൊരു മകൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. എന്താ സംഭവിച്ചത്? മൂത്ത മകൻ പുറത്തുനിന്ന് വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും തയ്യാറാവാതെ അമർഷത്തോടെ പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ നഷ്ടപ്പെട്ട മകൻ തിരികെ വന്നപ്പോൾ നീ അവനെല്ലാം കൊടുത്തിരിക്കുന്നു. നിന്നോടൊപ്പം ഉണ്ടായിരുന്ന എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ, നൃത്തം ചവിട്ടാൻ നീ എനിക്കൊരു കഴുതക്കുട്ടിയെ, ഒരു കൊച്ചു കാളക്കുട്ടിയെ പോലും തന്നില്ലല്ലോ.
പ്രിയമുള്ളവരെ, ഇന്നിതുപോലെ ആപലാതി പറയുന്നവർ ഒത്തിരി നമ്മുടെ സമൂഹത്തിലുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിടപ്പെട്ട ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അനുജത്തിയുടെ കല്യാണം നടക്കുന്ന അവസരത്തിൽ പിതാവിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം ഒരു പരാതി പറയുന്നു: 10 വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ കെട്ടിച്ചു വിടുമ്പോൾ എനിക്ക് നീ തന്നത് 10 പവനും 10,000 രൂപയുമായിരുന്നു. ഇന്ന് ഈ 10 വർഷം പിന്നിട്ടപ്പോൾ എൻ്റെ ഇളയവളെ നീ കെട്ടിച്ചു വിടുന്നത് 50 പവനും 50,000 രൂപയും മുടക്കിയാണ്. നീ ഇവിടെ ഒരു തരംതിരിവ് കാണിക്കുന്നു. നോക്കണം, മൂത്ത പുത്രന്റെ അവസ്ഥ ഇന്ന് ആവർത്തിക്കപ്പെടുകയാണ്. ഇവിടെ പരാതി പറയുന്നു, 10 വർഷങ്ങൾക്ക് മുമ്പ് നീ എനിക്ക് തന്നത് പോരാ, ഈ 10 വർഷം കഴിയുമ്പോൾ ഇളയവൾക്ക് കൊടുത്തതുപോലെ എനിക്കും തരണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ തന്റെ ജോലി സ്ഥലത്ത് ജോലിയെടുത്ത ഓരോ വ്യക്തികൾക്കും തുല്യമായ വേതനം കൊടുക്കാൻ കൽപ്പിക്കുന്ന യജമാനന്റെ ചിത്രം. 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും അധ്വാനിക്കുന്ന ഓരോ മനുഷ്യർക്കും തുല്യമായി വേതനം കൊടുക്കാൻ യജമാനൻ തൻ്റെ മേലാളനോട് കൽപ്പിച്ചപ്പോൾ ജോലിയെടുത്തവർ പിറുവിറുത്തു. 3-ാം മണിക്കൂറിൽ വന്ന ഞങ്ങളെ 11-ാം മണിക്കൂറിൽ വന്ന അവനുമായി തുല്യമായി നീ സ്ഥാപിച്ചല്ലോ. അവിടെ യജമാനൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് 1 ദനാറ തരാമെന്ന വ്യവസ്ഥയിലാണ് നിങ്ങളെ ഞാൻ ജോലിക്ക് വിളിച്ചത്. എൻ്റെ സ്വത്ത് ഇഷ്ടം പോലെ കൊടുക്കാൻ എനിക്ക് അവകാശമില്ലേ? പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. എൻ്റെ അപ്പനോടൊപ്പം ജീവിതകാലം മുഴുവൻ പറമ്പിൽ കിളച്ച് അധ്വാനിച്ചവനാ ഞാൻ. എൻ്റെ ഇളയ മകനാകട്ടെ, ഇളയ സഹോദരനാകട്ടെ, AC റൂമിലിരുന്ന് നന്നായിട്ട് അധ്വാനിക്കുന്നവൻ. അവൻ AC റൂമിൽ നിന്ന് വേർക്കാതെ 4-5 ശമ്പളം വാങ്ങാൻ അവനെ പ്രേരിപ്പിച്ചത് ഞാനും കൂടി അധ്വാനിച്ചതിന്റെ ഫലമായിട്ട്. മറിച്ച് ഇന്നെൻ്റെ അപ്പൻ ഇതാ ഞങ്ങളുടെ സ്വത്തുകൾ തുല്യമായി വീതിച്ചിരിക്കുന്നു, അപ്പൻ ഇവിടെ അനീതി കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി മുതൽ ഈ അപ്പന്റെ ഭവനത്തിൽ, അപ്പൻ താമസിക്കുന്ന ഈ ഭവനത്തിൽ ഞാൻ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്താ ഇതിനുള്ള കാരണം? എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവന് കിട്ടുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്താൻ, അബ്രാഹാം പറഞ്ഞ ആ ചോയ്സ് കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. മറ്റുള്ളവന്റെ വളർച്ചയിൽ സന്തോഷിക്കാൻ, അവന് കിട്ടുമ്പോൾ അവനോടൊപ്പം സന്തോഷിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോഴാണ്, പ്രിയമുള്ളവരെ, ഉള്ളിന്റെ ഉള്ളിൽ അമർഷം കടന്നു വരുന്നത്. എവിടെ മനുഷ്യന്റെ ഉള്ളിൽ സ്വാർത്ഥത കടന്നു വരുന്നോ അവിടെ മനസ്സിൽ സമാധാനം മരിക്കുന്നു. ഇവിടെ സ്വാർത്ഥത കടന്നു വരുമ്പോൾ സഹോദരനെ സഹോദരനായി കാണാൻ അവന് കഴിയാതെ പോകുന്നു. രക്തബന്ധം പോലും മറന്ന് കൊലക്കത്തി ഉയർത്താനുള്ള ചങ്കൂറ്റം മനുഷ്യൻ കാണിക്കാൻ തുടങ്ങുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു തിരിച്ചറിവുണ്ടാവണം. എന്തിനാ നമ്മൾ പരാതി പറയുന്നത്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാവണം. പ്രിയമുള്ളവരെ, വീണ്ടും തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭാര്യയെ, തൻ്റെ മക്കളെ ജീവനതുല്യം സ്നേഹിച്ച ഒരു ഭർത്താവ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഇപ്രകാരം ഒന്ന് പിറുപിറുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇവർക്ക് വേണ്ടി കൈമറന്ന് മെയ് മറന്ന് ഞാൻ അധ്വാനിച്ചതല്ലേ, ചോര നീരാക്കിയതല്ലേ, വിയർപ്പൊത്തിരി ഒഴുക്കിയതല്ലേ, എന്നിട്ടും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്നെ ശ്രദ്ധിക്കുന്നില്ല. പണ്ട് ഇതേപോലെ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? ഞങ്ങൾ നിന്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി, ഞങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഇന്നിന്റെ വലിയ പ്രശ്നമെന്ന് പറയുന്നത് നാം നമ്മുടെ വില തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നാം നമ്മുടെ വില തിരിച്ചറിയാതെ നമ്മൾ ഇന്ന് പെടാപ്പാടുപെടുകയാണ്. മറ്റുള്ളവൻ്റെ കൂടെ ഒന്ന് പിടിച്ചെടുക്കാൻ തനി തൂമ്പായുടെ സ്വഭാവം നമ്മൾ ഇന്ന് കാണിക്കുകയാണ്. നാം എന്താ കാണിക്കുന്നത്? കിട്ടിയിട്ടും പോരാ, ഇങ്ങു പോരട്ടെ, എല്ലാം എനിക്ക് സ്വന്തം, മറ്റുള്ളവന് കിട്ടരുത്, എനിക്ക് കിട്ടണം. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് നാം മാറുമ്പോൾ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് എന്ന ആ തത്വത്തിൽ നിന്ന് അത് മനസ്സിലാകാതെ നാം ജീവിക്കുകയാണെന്ന് തിരിച്ചറിയണം. ഈ അടുത്ത ദിവസം 150 സ്ത്രീജനങ്ങള് ഒരു കൊലകൊമ്പനുമായി വടംവലി നടത്തി.
നമുക്കറിയാം, കൊലകൊമ്പനുമായി 150 സ്ത്രീകൾ പോയിട്ട് 150 പുരുഷന്മാര് വലിച്ചാൽ പോലും അവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. 150 സ്ത്രീകളും പരാജയപ്പെട്ടു, കൊലകൊമ്പൻ വിജയിച്ചു. കൊലകൊമ്പൻ ഇങ്ങനെ തലയുയർത്തി പാപ്പാനോടൊപ്പം നടന്നു പോരുകയാണ്. കുറെ ദൂരം പിന്നിട്ടപ്പോ പാപ്പാൻ ഈ ആനയെ ഒരു കടയുടെ മുന്നിൽ നിർത്തി അതിൻ്റെ കാലിൽ ഒരു തോട്ടി ചാരി വെച്ചു. ആന അവിടെ തന്നെ നിന്നു. ഈ പറയുന്ന പാപ്പാൻ കടയിൽ കയറി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം വരെ ഈ ആന ഈ തോട്ടിയിൽ ചാരി അവിടെ തന്നെ നിന്നു. പാപ്പാൻ അടുക്കൽ വന്ന് ഈ തോട്ടി എടുത്തു. ആ നിമിഷം ആന പാപ്പാനെ അനുസരിച്ച് പാപ്പാന്റെ വീട്ടിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇത് എന്നെ ഇപ്രകാരം ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. തൊട്ടു മുൻപ് വരെ 150 സ്ത്രീജനങ്ങൾ അടങ്ങുന്ന വടംവലി സംഘത്തെ പരാജയപ്പെടുത്തിയ ആന ചെറിയ ഒരു തോട്ടിയുടെ കനം കണ്ടപ്പോൾ ഈ പാപ്പാനെ അനുസരിച്ച് അവിടെ നിന്ന്. എന്താ കാരണം? ആന തന്റെ വില തിരിച്ചറിയാത്തത്. ആന തന്റെ വില തിരിച്ചറിഞ്ഞില്ല. കഴുത തന്റെ വില തിരിച്ചറിയുന്നില്ല. കുതിര തന്റെ വില തിരിച്ചറിയുന്നില്ല. മനുഷ്യനോ ഇന്ന് വില തിരിച്ചറിയാതെ പരസ്പരം മല്ലടിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് പറയുന്ന, അബ്രാഹത്തിലൂടെ പറയുന്ന ആ വലിയ സന്ദേശം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ചോയ്സ് നാം അവരിന് കൊടുത്ത് നീ എടുത്തതിന് ശേഷം, നീ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളത് എനിക്ക് തന്നാൽ മതി. നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരെ ഞാൻ ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. പകലന്തിയോളം ചൂടത്ത് അധ്വാനിക്കുന്ന അമ്മച്ചി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തയ്യാറാക്കി അതൊക്കെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വയ്ക്കും. തൻ്റെ മക്കളും തൻ്റെ ഭർത്താവും ഭക്ഷിക്കുന്നത് ഈ അമ്മ മനം നിറയെ കണ്ടു നിന്നതിന് ശേഷം, ഇവര് ഭക്ഷിച്ചതിന് ശേഷമുള്ളത് മിച്ചം വരുന്നതാണ് ഈ അമ്മ ഭക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമുക്കൊരു വലിയ മാതൃകയാകട്ടെ. മറ്റുള്ളവർ കഴിച്ച് തൃപ്തരായതിനു ശേഷം ബാക്കിയുള്ളത് കഴിച്ച് തമ്പുരാൻ നൽകിയ ആ സമാധാനം ലോകത്തിൽ കൊടുത്ത് സമാധാനവാഹകരായി തീരാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അബ്രാഹം ലോത്തിന്റെ മുന്നിൽ കൊടുത്ത ആ വചനം ഈ നിമിഷം ഞങ്ങൾക്ക് ചിന്താവിഷയമായി നൽകിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ സമൂഹത്തിൽ ഇന്ന് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള അടിസ്ഥാന കാരണം ചോയ്സ് മറ്റുള്ളവർ കൊടുക്കാത്തതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, മനുഷ്യനെ മാനിച്ച് ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ സ്ഥാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. തിരുഹൃദയനാഥനേ, ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയനാഥനേ, ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത. തിരുഹൃദയനാഥനേ, ആദരങ്ങളാലെ ഞാൻ അവിടു
യേശുവേ നീ മുന്നിൽ വന്നല്ലോ, നേർത്തരോദനം കാതോർത്തു കേട്ടു നീ, ആർദ്രഭാവങ്ങൾ വേരോടെ കണ്ടു നീ, ഒന്നും മറയ്ക്കാനില്ലേ യേശുവേ നിൻ ദിവ്യസന്നിധി, നീ എൻ ജീവസംഗീതമാ, തിരുഹൃദയനാഥനേ ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നേറ്റു പാടുമേ. വേദഗ്രന്ഥത്താളിൽ നിന്നെ കണ്ടുവെങ്കിലും ആദ്യമായി അനുഭവിച്ചതോ ഈ ഓസ്തിയിൽ ഉമ്മ നൽകവേ അമ്മ നൽകിയ ആദ്യ പാഠങ്ങൾ, ആത്മദീപങ്ങൾ ആർക്കും മായിക്കാൻ കഴിഞ്ഞിടാത്ത ദിവ്യ പുണ്യമാ, ആയുഷ്കാലം കാത്തു പോരും ഞാൻ തിരുഹൃദയനാഥനേ ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയനാഥനേ ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ നിന്റെ വിശ്വസ്തത, തിരുഹൃദയനാഥനേ ആദരങ്ങളാലെ ഞാൻ അവിടുത്തെ നാമമെന്നുമേറ്റു പാടുമേ. ദൈവപിതാവിന്റെ സ്നേഹവും